ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുറത്തേക്കൊന്ന് പോകുവാണേ. അപ്പോൾ എനിക്ക് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടിച്ചട്ടി വാങ്ങി ഞാൻ ഇന്ന് ചെടിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പകരം കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. കുറച്ച് ഗ്രോ ബാഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത മാർക്കറ്റിൽ നിന്ന് കുറച്ച് ചാളയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മാങ്ങ ഇരിക്കുന്നുണ്ടിട്ട് കുറച്ച് മാങ്ങായും അച്ചാറിടാനായിട്ടൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നേ. അപ്പം പെട്ടെന്ന് കുറച്ച് ചാള എടുത്ത് വെട്ടി വറുത്തു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുന്നു. രാവിലെ ചീരച്ചേമ്പ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ പാവയ്ക്കത്തിയിലും ഉണ്ടായിരുന്നു. അപ്പം മീൻ വറുത്തതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറ് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതിന് കുറച്ച് പച്ചിലയൊക്കെ അരിഞ്ഞ് ഉച്ചയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പം രാവിലെ വൈകിട്ടുമാണ് അതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പച്ചലുകളാണ് കൊടുക്കാറ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ള ചാളയൊക്കെ വെട്ടിയത് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് കേട്ടോ. അപ്പം ചാളയൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇന്ന് ചാള മാങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അതാ പെട്ടെന്ന് ചാളയെല്ലാം വെട്ടി തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നു. മിക്കവാറും തന്നെ നമുക്ക് വെട്ടിയ മീനൊക്കെയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കൊണ്ടുവരാറ്. ഇതിപ്പോൾ പകലിപ്പോൾ ഇങ്ങനെ മേടിക്കുന്നത് അതുകൊണ്ട് വെട്ടിട്ട് വന്നതാണ്. അതുകൊണ്ട് ഒരു അല്പ സമയം എടുത്തു ചാളയൊന്ന് വെട്ടി എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അത് മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് പുളിയെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് ആദ്യം ചെത്തിയ മാങ്ങ തന്നെ ചെനച്ചതായിരുന്നേ. ഞാൻ ആ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അച്ചാറിടാനുള്ള മാങ്ങ പച്ച മാങ്ങ നോക്കി വെക്കണേന്നെ. പിന്നെ ഇതാ രണ്ടാമത് ഒരു മാങ്ങ അങ്ങോട്ട് എടുത്തിട്ട് വേഗം അത് പുളിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പം വേഗം തേങ്ങ വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ തേങ്ങ വരുമ്പോഴത്തേക്കും ഒരല്പം കടിഞ്ചായ ഇട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചായക്ക് വെള്ളം അടുപ്പ് വെച്ചു. പിന്നെ ചായ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടിഞ്ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കറി വയ്ക്കാനായിട്ട് പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ഷെയർ, കമൻറ്റ് ഇതെല്ലാം ചെയ്യണേ. കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തേക്ക് മാങ്ങാപ്പൂളിയത് ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്ക് തേങ്ങ അരച്ചുകൊണ്ട് വന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിനകത്തേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയാണ് അരച്ചെടുത്തത്. പിന്നെ ഇതാ കറിവേപ്പില ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പ് വെച്ചു. അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചാളയും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാള അടുപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അതും കൂടെ കുറച്ച് വേവിച്ചേക്കാമെന്ന് കരുതി പെട്ടെന്ന് ചെണ്ടമറിയൻ കപ്പയായിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുറിച്ച് പുഴുങ്ങുന്നത്. എല്ലാവരുടെയും നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, ചെണ്ടമറിയൻ കപ്പ. അപ്പോൾ അതുകൂടെ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. കുറച്ച് വേവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വേവിച്ചിട്ട്, അതുകൊണ്ട് വേഗം അടുപ്പത്തേക്കാണ് തീ പിടിപ്പിച്ച് കപ്പ വെച്ചത്. പിന്നെ ഇതാ വൈകുന്നേരത്തെ മറ്റു ജോലികളിലേക്കൊക്കെ തിരിഞ്ഞു. മുറിക്കാതൊക്കെ അടിച്ചു വാരിയിട്ട് ഇനിയിപ്പം കറിയൊക്കെ വാങ്ങി വെച്ചിട്ട് വേണം മുറ്റം അടിക്കാനും ചെടിയൊക്കെ നനച്ചു കൊടുക്കണം വൈകിട്ട്. ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ചെടികളെല്ലാം നനച്ചു കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോകണം കേട്ടോ. മുറിയൊക്കെ തൂത്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചാളക്കറി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചാളക്കറി വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പം മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിപ്പോകാമെന്ന് കരുതി കപ്പയുടെ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ഇച്ചിരി അധികം വേവുണ്ടെന്ന് അവിടെ കിടന്ന് വേഗട്ടെ എന്ന് കരുതി. പിന്നെ നമ്മുടെ എല്ലാ ജോലികളിലേക്കും തിരിഞ്ഞു. മുറ്റം അടിക്കണം, ചെടിയൊക്കെ നനയ്ക്കണം, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യനാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എല്ലാ ദിവസത്തെയും പോലത്തെ ജോലികളിലേക്ക്